അവിടുത്തേത് ഭൂതലവും അതിൻ പൂർണ്ണതയും സ്വർഗാദി സ്വർഗങ്ങൾ അവിടുത്തേത് ഭൂതലവും അതിൻ പൂർണ്ണതയും ബലവാനാം ദൈവമേ അങ്ങേ പോലെ മറ്റാരുമില്ലേ ആരാധനയ്ക്കു യോഗ്യൻ നീ സ്തുതികളിന്മേ വസിപ്പോരും നീ അങ്ങേ എന്നെന്നും ആരാധിച്ചിടും തിരുനാമം പാടിപ്പുകഴ്ത്തും. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിനെ കാണണം എന്ന് ആഗ്രഹിച്ച ചില യവനന്മാരെക്കുറിച്ച് യോഹന്നാൻ 12-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവർ പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. യോഹന്നാൻ 12:21. അവർക്ക് യേശുവിനെ കാണണം, യേശുവിനെ അറിയണം. ഈ വിശുദ്ധ ദിനം യേശുവിനെ കാണണം എന്ന ആഗ്രഹത്തോടു കൂടിയാണോ ദേവാലയത്തിൽ പോകുന്നത്? അതോ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുത്ത് അടുത്തയാഴ്ച വീണ്ടും വരാം എന്ന മനോഭാവത്തോടെ മടങ്ങിപ്പോവുകയാണോ ചെയ്യുന്നത്? യോഹന്നാൻ 12:20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യവനന്മാർ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ വന്നവരാ. അവർക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഫിലിപ്പോസും അന്ത്രയോസും ഈ വിവരം യേശുവിനെ അറിയിച്ചു. യേശു അവരെ കണ്ടോ എന്നിവിടെ പറയുന്നില്ല. എങ്കിലും തന്നെ കാണുവാൻ ആഗ്രഹിച്ച യവനന്മാരെ കർത്താവ് തീർച്ചയായിട്ടും കണ്ടിരിക്കാം. കർത്താവിനെ കാണുവാനും അറിയുവാനും അനുഭവിപ്പാനും നമ്മെ സഹായിക്കുന്ന മുഖാന്തരമാണ് ആരാധന. ജെറാൾഡ് വാൻ എന്ന ഭക്തൻ എഴുതിയിരിക്കുന്നത്, ആരാധന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, ആരാധന ക്രിസ്തീയ ജീവിതം തന്നെയാണ്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ ശമര്യരുടെയും യഹൂദരുടെയും ഇടയിലുണ്ടായിരുന്ന ഒരു തർക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെ ആരാധിക്കണം എന്നതാ അവരുടെ തർക്കവിഷയം. ഗെരിസിം കുന്നിൽ ആരാധിക്കണമെന്ന് ശമര്യരും അതല്ല യെരുശലേമിൽ ആരാധിക്കണമെന്ന് യഹൂദരും വാദിച്ചു. മുൻപ് ഈ 2 ഇടങ്ങളിലും ആരാധന ആലയം ഉണ്ടായിരുന്നു എന്നതാ ഈ തർക്കത്തിന് കാരണം. ഗെരിസിം കുന്നിലുണ്ടായിരുന്ന ദേവാലയം BC 128 ജോൺ ഹിർക്കാനസിനാലും യെരുശലേമിലുണ്ടായിരുന്ന ദേവാലയം BC 586 ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസരിനാലും നശിപ്പിക്കപ്പെട്ടിരുന്നു. ഈ 2 ഇടങ്ങളിലും ഉണ്ടായിരുന്ന ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് എവിടെ ആരാധിക്കണം എന്നതിനെക്കുറിച്ചുള്ള തർക്കമുണ്ടായത്. ഇതിന് കർത്താവ് നൽകിയ മറുപടി, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. ജോൺ 4:22. നാം ആരാധിക്കുന്നത് ആരാധനയെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ആരാധന സത്യത്തിലും ആത്മാവിലുമായിരിക്കണം. സ്ഥലകാലങ്ങൾ ഒരിക്കലും ആരാധനയ്ക്ക് തടസ്സമല്ല. അപ്പോസ്തലപ്രവൃത്തി 16:19 വാക്യങ്ങളിൽ വളരെ അടികൊണ്ട് കാരാഗൃഹത്തിൻ്റെ അകത്തെ തടവിൽ കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ആരാധനയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. 16:25. തടവോ അടികൊണ്ടുള്ള മുറിവോ സ്ഥലമോ സമയമോ ഒന്നും ദൈവത്തെ പാടി ആരാധിക്കുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തിയില്ല. അവരുടെ ആരാധന കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുക്കി. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാത്തിലുപരിയായി അവരുടെ ആരാധന കാരാഗ്രഹ പ്രമാണിയെ ദൈവവിശ്വാസത്തിലേക്ക് നയിച്ചു. കാരാഗ്രഹ പ്രമാണി വീടടക്കം ദൈവകൃപയിലേക്ക് വന്നു. സ്ഥലമോ സമയമോ ഒന്നും നോക്കാതെയുള്ള ആരാധനയിൽ കൂടി ലഭിച്ച അനുഗ്രഹം എത്രയും വലുതായിരുന്നു. ആദിമസഭയുടെ ആരാധനയെക്കുറിച്ച് പ്രവൃത്തി 2-ാം അധ്യായം 46 വാക്യത്തിൽ പറയുന്നത്, അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചുവെന്ന്.
അവർ മർക്കോസിൻ്റെ അമ്മ മറിയയുടെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു. പ്രവൃത്തി 12:12. അവർ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി രാത്രി മുഴുവൻ നേരം പുലരുവോളം ദൈവത്തെ ആരാധിച്ചു. പ്രവൃത്തി 20:11. ആദിമസഭയെപ്പോലെ ആരാധിപ്പാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? ഒരാഴ്ചയിലുള്ള 168 മണിക്കൂറിൽ 2 മണിക്കൂർ പോലും ഏകാഗ്രതയോടെ ദേവാലയത്തിൽ ആരാധിക്കുവാൻ മനസ്സില്ലാത്തവരല്ലേ നമ്മൾ? ആരാധനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ നമ്മൾ വീട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കും. നമ്മുടെ പുതിയ ഡ്രസ്സുകളും ആഭരണങ്ങളും പ്രദർശിപ്പിക്കും. സഹോദരൻ്റെ കുറവുകളെ മറ്റുള്ളവരോട് പറഞ്ഞ് ചിരിക്കും. ഇതൊക്കെയല്ലേ ആരാധനയിൽ നാം ചെയ്യുന്നത്? മനസ്സ് ശാന്തമാക്കി സ്വസ്ഥമായി ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അഥേനയിൽ പൗലോസ് കണ്ട ഒരു വേദിക്കല്ലിൽ എഴുതിയിരുന്ന എഴുത്ത് അജ്ഞാതദേവൻ എന്നായിരുന്നു. ഇത് കണ്ട പൗലോസ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ പൂജിക്കുന്നു. പ്രവൃത്തി 17:23. ശമരസ്ത്രീയോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. യോഹന്നാൻ 4:22. ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം എന്നറിയാതെയാ പലരും ആരാധനാലയങ്ങൾ മാറി മാറി ഓടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാൽ അനുഗ്രഹം കിട്ടും, എവിടെ ചെന്നാൽ കാര്യം സാധിക്കും, അതാ പലരുടെയും ഓട്ടത്തിന് കാരണം. പലർക്കും യേശുവിനെ കാണണ്ട, കാര്യം നേടിയാൽ മതി. ശമരിസ്ത്രീ ആരാധനയുടെ മഹത്വം കണ്ടെത്തി. അവൾ മശിഹായെ കണ്ടു. മാത്രമല്ല പട്ടണത്തിൽ ഉള്ളവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യോഹന്നാൻ 4:29-30. യേശുവിനെ അനുഭവിച്ചറിയാതെയുള്ള ആരാധന വെറും ചടങ്ങ് മാത്രമാണ്. അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് നമുക്കവനെ ആരാധിക്കാം. കർത്താവേ, ഇതിനെ അനുഭവിച്ചറിഞ്ഞ് ആരാധിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. വാതിലുകളെ നിങ്ങൾ തല ഉയർത്തിൻ, മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു.